എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ഊണും അതിൻ്റെ കുറച്ച് റെസിപ്പിയൊക്കെയാണ് കേട്ടോ. ഒരുപാട് ലോങ്ങായി ചെയ്യുന്ന പ്രോസസ്സിംഗ് ഒന്നുമല്ല. ചെറുതായിട്ട് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയും ഒരു 3-4 തൊടുകറിയായിട്ടുള്ള ഒരു നാടൻ ഊണാണ് കാണിക്കുന്നത്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ നേരം തിരക്കുള്ള സമയത്താണെങ്കിലും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ റെഡിയാക്കാനും അതുപോലെ തന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തെടുക്കാനും അതുപോലെ ഒരു കറിക്ക് പകരം ഒരു 3-4 കറി കൂട്ടി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കറികളൊക്കെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇതിനെ പൂർണ്ണമായിട്ട് കറികളെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഒരു ഐറ്റം 2 ഐറ്റം അതിൽ കൂടുതൽ ഐറ്റം കൂട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ടൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പാത്രം നിറച്ച് കറികളൊക്കെ ആയി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടവും സന്തോഷമൊക്കെ വേറെയാണ് അല്ലേ. എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ നമുക്കതുപോലെ നിറയെ കറികളൊക്കെ വെച്ച് കഴിക്കാമല്ലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയും ഒഴിച്ച് കറിയും സൈഡ് കറിയൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് അരിയൊക്കെ ഒന്ന് അരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ചപ്പോൾ ഞാനത് വേഗം തന്നെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഇട്ടിരിക്കുന്നത് പൊന്നിയരിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതും നമുക്കൊരു എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ ഒരു 1/2 കപ്പ് പരിപ്പ് നല്ലപോലെ കഴുകിയിട്ട് പരിപ്പ് മുങ്ങണ രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഉള്ളി നുറുക്കൽ, ചോറിന് അരിയിടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 തക്കാളി, 2 പച്ചമുളക്, ഒരു വലിയ ഉള്ളി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ പരിപ്പിലേക്കാണ് നമ്മളിതെല്ലാം ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ നമുക്കിത് അടുപ്പിച്ചെടുക്കാം കേട്ടോ. അത് റെഡിയായി വരുന്ന നേരം നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡിയാകുന്ന നേരം കൊണ്ട് തന്നെ ഞാനൊരു ചീൻചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ റെഡിയാക്കി ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണക്ക കൊഞ്ച്, അതായത് നമ്മുടെ ചെള്ളി, ഉണക്ക ചെമ്മീൻ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആദ്യം ഞാനത് എടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ചീൻചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. കഴുകിയത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ മയം ഉണ്ടാകും. അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെറുതെ ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കേഷൻ സമയത്ത് അമ്മയുടെ വീട്ടിൽ വേലയ്ക്ക് പോയപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള മാങ്ങയാണ്. അതൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളമൊക്കെ മാറിയപ്പോൾ ഞാനതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലപോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതേ ചീനച്ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് വറുത്തെടുക്കാനുണ്ട് കേട്ടോ. ഇത് എണ്ണ ചൂടായി വന്നതിലേക്ക് നമ്മൾ ഒരു 5-6 കപ്പലുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള കപ്പലുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പം നമ്മുടെ മുളകൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 ചെറിയുള്ളി, വലിയ ഉള്ളി ആകാൻ ഒരു 5-6 മതി, ചെറുതാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയുള്ളി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് നല്ലപോലെ കളറ് മാറി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വറുക്കേണ്ട സാധനങ്ങളൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുത്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഒരു 3 വിസിലടിച്ച് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ തന്നെ നമ്മൾ ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആവണ്ട, എന്നാലും പരിപ്പ് കുറച്ചൊക്കെ ഉടഞ്ഞിരിക്കണം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിപ്പിന് ആവശ്യമുള്ള പുളിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പുളി കൂടി ചേർത്ത് ഇതിന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഞാനത് തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല.
തീ കൂടെ ഓൺ ചെയ്ത് കൊടുത്ത് ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പരിപ്പായതുകൊണ്ട് തന്നെ കുറുകി വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടുള്ളൊരു വറവ് റെഡിയാക്കി എടുക്കാനുണ്ട്. ആദ്യം തന്നെ വെന്തയും ചേർത്ത് കടുക് ചേർത്ത് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് നല്ലപോലെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടുള്ള ചെറിയുള്ളിയല്ല, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളി, പിന്നെ കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജീരകം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നതാണ്, മറന്നുപോയി. അതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കപ്പലമുളക് നല്ലപോലെ തന്നെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒഴിച്ചുകറിയുടെ പേരാണ് മുളകാക്കിള്ളി സാമ്പാർ കേട്ടോ. അതായത് നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ സാമ്പാറാണ്, കപ്പലമുളക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാമ്പാറാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ സാധാരണ പരിപ്പ് ചാറിൻ്റെ ആ ഒരു സെയിമൊക്കെ ആണെങ്കിലും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. അത് നമ്മുടെ ഈ പൊന്നിയരി ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് സ്പെഷ്യൽ സാമ്പാർ, അവരുടെ ചാറ്, ഇതെല്ലാം നമ്മൾ അന്ന് വെച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും പിറ്റേ ദിവസത്തേക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് പൊന്നിയരി കൂടെ മാത്രമല്ല കേട്ടോ, ഈ സാമ്പാർ നമ്മുടെ സാധാരണ മട്ടേരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഏകദേശമൊക്കെ തിളച്ച് കറക്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ കപ്പലമുളകൊക്കെ ചേർന്ന കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മുളകാക്കിള്ളി സാമ്പാർ താളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ആവശ്യത്തിലധികം തന്നെ നമ്മൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പരിപ്പിച്ചാറ് പോലെയല്ല കേട്ടോ, വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ എന്താ പറയുക, നമ്മുടെ വെളുത്തുള്ളി അതുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ സാമ്പാർ ഫസ്റ്റ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ ചമ്മന്തി റെഡിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ നമ്മുടെ കപ്പലമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ച നമ്മുടെ ചെറിയ ഉള്ളി കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പുളിപ്പിനാവശ്യമുള്ള പുളി കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൊഞ്ച് കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരച്ചതിന് ശേഷം നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചിന് ഉപ്പിൻ്റെ ഒരു അംശമുണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പ് കൂടുതലാകണ്ട കേട്ടോ. ഞാൻ ആദ്യമേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അന്ന് നമ്മുടെ കൊഞ്ച് വറുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഉപ്പ് കുറവാണെന്ന്. ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള ചെള്ളിയിൽ ഉപ്പ് കുറവാണ് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ചമ്മന്തിയൊക്കെ അരച്ചതിന് ശേഷം വീണ്ടും ഉപ്പൊക്കെ ചേർത്ത് മണത്തിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് പപ്പടം കാച്ചിയെടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഈ പപ്പടം കാച്ചിയെടുക്കുമ്പോൾ എന്താ പറയുക, ആ എണ്ണ മാറ്റിയതിന് ശേഷം ഇതിൽ തന്നെ നമുക്ക് ഉപ്പേരി കൂടെ കടുക് വറുത്തെടുക്കാം. പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ഉപ്പേരി കടുക് വറുത്ത് പിന്നെ അത് മാറ്റി അതേ പാത്രം കഴുകി പിന്നെ അതിൽ എണ്ണയിൽ നമ്മൾ നമ്മുടെ പപ്പടമൊക്കെ കാച്ചിയെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കടുക് വറുത്ത് എന്താ പറയുക മാറ്റുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പപ്പടമൊക്കെ കാച്ചി അതിലേക്ക് കടുക് വറുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ചീനിച്ചട്ടന് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് നമ്മുടെ വെളുത്തുള്ളി കൂടെ ചേർത്ത് അതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇനി ഇവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോലത്തെ ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി നമ്മൾ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമായിട്ടുള്ള നമ്മുടെ ഉപ്പേരിയാണ് കേട്ടോ. ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഏകദേശമൊക്കെ നമ്മുടെ ഉപ്പേരി വെന്ത് വന്നിട്ടുണ്ട്, മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ തന്നെ ഒന്ന് ചതച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെന്ത് വരുമ്പോൾ ഈ ചെറിയ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ചെറിയ ഉള്ളി കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മുക്കാൽ വേവ് ആയിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ച് നേരം കൂടെ വെന്ത് വരാനുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി കൂടെ നല്ല സോഫ്റ്റായി ടേസ്റ്റായിട്ട് വരും കേട്ടോ. അപ്പം ഞാനിത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കുമ്പോൾ കുറച്ചുകൂടെ വേവണം എന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം അങ്ങോട്ട് തെളിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ടാണല്ലോ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലേശം ഒന്ന് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെ വെന്ത് വരട്ടെ വേണ്ടിയിട്ടാണ് കേട്ടോ.
കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നടുവേ കീറിയതിന് ശേഷം നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡി ആയതിന് ശേഷം ഞാൻ മറു സൈഡും കൂടെ ഒന്ന് തിരിച്ച് വാട്ടിയെടുക്കുന്നുണ്ട്. രണ്ട് സൈഡും നമ്മുടെ മസാല നല്ലപോലെ പെരണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒന്ന് പാകമായി വന്ന സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും നമ്മുടെ കറിവേപ്പിലയും മല്ലിത്തലയും കൂടെ മേലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡും കൂടെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മളിത് രണ്ട് സൈഡും ബ്രൗൺ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും റെഡിയായി നമ്മൾ അതും പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ നമ്മുടെ ഉപ്പേരി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ നമ്മുടെ സാമ്പാർ നമ്മളത് പാത്രത്തിലേക്ക് മാറ്റി. കയ്യോടെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അടുക്കളയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടെ കാണിച്ച് നിങ്ങൾക്ക് ബോറാകണ്ടെന്ന് പറഞ്ഞിട്ടാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, എല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കറികളാണ്. കാണുമ്പോൾ കുഞ്ഞതാണെങ്കിലും നമ്മൾ പ്ലേറ്റ് വിളമ്പുമ്പോൾ ഒരു 5-6 ഐറ്റംസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ നമ്മുടെ നല്ല ചൂടായിട്ടുള്ള നമ്മുടെ പൊന്നേരി ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി, അതുപോലെ തന്നെ നമ്മുടെ മുട്ട നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞിട്ടാണ് ചെയ്യുന്ന സമയത്ത് കാണിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാലഡാണ് കേട്ടോ. ഉള്ളിയും അതുപോലെ പച്ചമുളകും നമ്മുടെ എന്താ പറയുക മല്ലിത്തലയൊക്കെ ചേർത്തിട്ടുള്ള സാലഡാണ്. അത് കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ സാമ്പാർ കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു പപ്പടം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഐറ്റവും ഇങ്ങനത്തെയല്ലേ. അപ്പോൾ ഒരു പുളിപ്പുള്ള ഒരു ഐറ്റം എന്തെങ്കിലും വേണ്ടേ പറഞ്ഞിട്ടാണ് ഞാനൊരു സാലഡ് കൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ തിരക്കുള്ള സമയത്താണ് ഒരു 3-4 വക കറികളൊക്കെ കൂട്ടി കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ചട്ടിയിൽ വിളമ്പുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിന് നമുക്ക് നാടൻ ഊണെന്നോ ഒരു ചെറിയൊരു ചട്ടിച്ചോറെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ആ ചട്ടിയിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഓരോ വായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചട്ടിച്ചോറോ നാടൻ ഊണോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്